Meet the editors. അതിദാരിദ്ര്യമുക്ത കേരളമോ എന്നതാണ് ചോദ്യം. ആദ്യം ജിമ്മി ജെയിംസിലേക്ക്. ജിമ്മി, ഇപ്പോൾ 64,000 അതിദരിദ്രരാണ് ഉണ്ടായിരുന്നത്. അവരിപ്പോൾ കുടുംബങ്ങൾ അവരിപ്പോൾ മുക്തരായിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതിദാരിദ്ര്യം എന്നൊന്നില്ല, അങ്ങനെ ഒരു പ്രതിഭാസമേ കേരളത്തിലില്ല എന്നതാണ് സർക്കാരിന്റെ കണക്ക്. ഈ ജോൺ അബ്രഹാമിൻ്റെ ഒരു പഴയ കഥയുണ്ട്. കോട്ടയത്ത് എത്ര മത്തായി ഉണ്ട്. രസകരമായ ഒരു കഥയാണ്. ഒരാൾ ടെലിഫോൺ ഇരുന്ന് വിളിച്ച് കണ്ടുപിടിക്കാൻ അങ്ങനെ പറ്റിയാണ് ആ കഥ. എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ എത്ര അതിദരിദ്രരുണ്ട് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനം വരാൻ പോകുന്നത് ഇപ്പോൾ കേരളം ചർച്ച ചെയ്ത് തുടങ്ങിയത്. അപ്പോഴാണ് 64,000 കുടുംബങ്ങളുണ്ടെന്നും ആളുകളുടെ അംഗസംഖ്യ എടുത്താൽ 1,09,000 മറ്റോ ആളുകളുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഞങ്ങൾ ദാരിദ്ര്യമുക്തരാക്കി എന്ന് പറയുന്നത്. ഈ പട്ടിക പുറത്തു വിട്ടിട്ടില്ല. ആരെയൊക്കെയാണ് ഞങ്ങളിങ്ങനെ അതിദാരിദ്ര്യ സ്ഥിതിയിൽ നിന്ന് മുക്തരാക്കിയെന്ന് പറയുന്നില്ല. അത് അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ലിസ്റ്റ് ഏതാണ്, സർക്കാർ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടവർ എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അത് മുഖവിലക്കെടുക്കുകയാണ്. പക്ഷേ കേരളത്തിൽ എത്ര അതിദരിദ്രമായ ആളുകളുണ്ട് എന്നുള്ള ചോദ്യത്തിന് ചില പഴയ കണക്കുകൾ തിരിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പി മാമിക്കുട്ടി ഷൊർണൂർ MLA ഒരു നിയമസഭയിലെ ചോദ്യത്തിന് 5.91 ലക്ഷം എന്നാണ് അതിൻ്റെ കണക്ക്. അത് കുടുംബം എന്നാണോ പറഞ്ഞത് അതോ ആളുകൾ എന്നാണെങ്കിൽ മനസ്സിലായില്ല. കുടുംബമാണെന്ന് തോന്നുന്നു. പ്രകടന പത്രികയിൽ ഇടതുമുന്നണിയുടെ അത് 4.5 ലക്ഷം ആണ് അതിദരിദ്രരായ ആളുകളുള്ളത്. ഈ ചോദ്യം മന്ത്രി നമ്മൾ MP രാജേഷിനോട് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് സംബന്ധിച്ച പ്രസ് റിലീസിനകത്തൊക്കെ വരുന്നത് 180 രൂപയ്ക്ക് താഴെ മാസവരുമാനമുള്ള ആളുകൾ, അങ്ങനെ വേറെ ചില ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ കണക്കുകൾ എവിടെ നിന്ന് വന്നു? അതുപോലെ തന്നെ ഏറ്റവും താഴേക്കുള്ള ആളുകൾക്കുള്ള റേഷൻ കാർഡിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഈ ചോദ്യം നോക്കുന്നപ്പോൾ MP രാജേഷ് പറഞ്ഞൊരു ഉത്തരം, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും അതിനകത്ത് വരില്ല. ഒരു തരത്തിലുള്ള തിരിച്ചറിയൽ രേഖ പോലും ഇല്ലാതെ ഒരു വികസന പദ്ധതി പോലും സ്പർശിക്കാത്ത, അങ്ങനെ സർക്കാരിൻ്റെയും കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും എല്ലാ സംവിധാനങ്ങൾക്കും പുറത്ത് ആയി നിൽക്കുന്ന ആളുകളാണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ അതിദരിദ്രരെ കണ്ടെത്തി. എന്ന് വെച്ചാൽ കേരളത്തിൽ അതിദരിദ്രർ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ കണക്ക് 64,000 അല്ല എന്ന് മന്ത്രി ഇന്ന് സമ്മതിച്ചു കഴിഞ്ഞു. 64,000 എന്ന് പറഞ്ഞാൽ രേഖകളില്ലാത്ത ആളുകളാണ്, ഒരു പദ്ധതിയിലും പെടാത്തവരാണ്. ബാക്കിയുള്ള അതിദരിദ്രരോ അവർക്ക് എന്തെങ്കിലുമൊക്കെ പദ്ധതിയിൽ സഹായം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ അവർ അതിദരിദ്രരാണല്ലോ, ആണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുന്നുണ്ട്, ഇവർക്ക് ഒരു തരത്തിലുള്ള സഹായവും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വാദം. പക്ഷേ രണ്ട് തരം അതിദരിദ്രർ. ഒന്ന് എന്തെങ്കിലും ID കാർഡ് ഉള്ളവർ, അവർക്കിപ്പോൾ വീട് ഇപ്പം പറഞ്ഞിരിക്കാത്ത ഏറ്റവും വലിയ ക്രൈറ്റീരിയക്കകത്ത് വീടില്ലാത്തവർ, ഒരു തരത്തിലുള്ള ആശുപത്രിയിലൊക്കെ പോകുന്നതിനുള്ള സഹായം കിട്ടാത്തവർ, ആരോഗ്യം ക്ഷയിച്ചവർ, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ID കാർഡ് ഉണ്ട്, ഏതെങ്കിലും ഒരു സർക്കാർ പദ്ധതിയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അവർ ആ പദ്ധതിയിൽ നിന്ന് പുറത്താകും. അതൊരു വിചിത്രമായ ക്രൈറ്റീരിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയുന്നത്. അപ്പോൾ ID കാർഡ് ഇല്ലാത്ത അതിദരിദ്രരെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന രീതിയിലേക്ക് ഈ പരിപാടിയെ മാറ്റണം എന്നുള്ളതാണ് ആദ്യത്തെ അഭിപ്രായം. അങ്ങനെ അതിദരിദ്രരാണോ അതോ അഗതികളാണോ? അതായത് വേറെ ബിലോങ്ങിങ്സ് ഇല്ലാത്ത ഒരു അഗതികളല്ലേ? അതാണ് മന്ത്രിയോട് ചോദിച്ചത്. മന്ത്രി പറഞ്ഞു കണക്കാണ് സഭയിൽ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ രീതിയിലുള്ള ക്രൈറ്റീരിയ എന്താ അതിദരിദ്രരുടെ? എന്റെ പ്രശ്നം ID കാർഡ് ഇല്ലാത്ത. നിങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ക്രൈറ്റീരിയയിൽ അതിദരിദ്ര എങ്ങനെ ഇരിക്കണം? എന്ത് മാനദണ്ഡം? ഇതേ 150 രൂപയൊക്കെയാണ്. 150 രൂപ. പക്ഷെ അതൊന്നും പെടില്ല. ആ 150 രൂപയിൽ താഴെ മാസ വരുമാനമുള്ള ഒരാൾ, 150 രൂപ മാനദണ്ഡം കേന്ദ്രത്തിൻ്റെതല്ലേ? ആണ്. അങ്ങനെ വരുമാനമുള്ള, പക്ഷേ അയാൾക്ക് എന്തെങ്കിലും ഒരു സർക്കാർ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ അയാൾ ഇപ്പോൾ ഇതിനകത്ത് വരില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് വരില്ല. അതാണ് മന്ത്രി എന്ന് പറഞ്ഞത്. അല്ല, അപ്പൊ ശരിയല്ലേ? അപ്പോൾ അതിദരിദ്രരെന്ന് പറഞ്ഞ് വേറൊരു അതിദരിദ്രരില്ലല്ലോ. അതിദരിദ്രരായവരുടെ പട്ടികയിൽ കേരളം ഉൾപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ ക്രൈറ്റീരിയക്ക് പുറത്തു വരുമ്പോൾ കഴിഞ്ഞില്ലേ? ക്രൈറ്റീരിയ സർക്കാർ ഉണ്ടാക്കിയ ക്രൈറ്റീരിയ ഏതെങ്കിലും സർക്കാരിന്റെ ക്രൈറ്റീരിയ. അതിദരിദ്ര 64,000 എന്നുള്ളൊരു കണക്ക് വരും. അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അതിദരിദ്രർ എവിടെ നിൽക്കുന്നതാണ്? അതാ പറഞ്ഞ 64,000 ആണോ ഉദ്ദേശിച്ചത്? അല്ല, ഈ കേരളത്തിൽ അതിദരിദ്രർ ഇല്ലാന്ന് സർക്കാർ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന അതിദരിദ്ര സർക്കാരിന്റെ തന്നെ കണക്ക്. സർക്കാരിന്റെ തന്നെ കണക്ക്. ഷൊർണൂർ MLA കൊടുത്ത കണക്കിൽ 5.9. അതല്ല ചോദിക്കുന്നത്. 4.50. അല്ലല്ല, 2025 ശരി. 2025 നവംബർ മാസത്തിൽ അല്ല ഒക്ടോബർ മാസം 30-ാം തീയതി അല്ലെങ്കിൽ നവംബർ മാസം 1-ാം തീയതി കഴിഞ്ഞാൽ കേരളത്തിൽ അതിദരിദ്രരായ ആൾക്കാരില്ലല്ലോ. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അതിദരിദ്രർ ഉണ്ടാവണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവണ്ടേ? അത് ഏത് ക്രൈറ്റീരിയ? സർക്കാരിന്റെ 64,000 ആണെങ്കിൽ പറയുന്നെങ്കിൽ 5.9 64 കുറച്ചോ ബാക്കി. അതെ, ക്രൈറ്റീരിയ എന്താ? കൂടുതൽ എന്താ? അപ്പൊ നിങ്ങൾ പറയുന്നത് 180 താഴെയുള്ളവർ അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ട്, അതല്ലേ പറഞ്ഞത്.
അതായത് ID കാർഡ് ഇല്ലാത്ത അതിദരിദ്രരായുള്ളവരെയാണ് ഞങ്ങളിപ്പോൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതാണ് മന്ത്രി പറഞ്ഞതിൽ നിന്നൊരു വാദത്തിന് മനസ്സിലാവുക. മന്ത്രി പറഞ്ഞ വ്യക്തമായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, അതായത് സർക്കാർ പറയുന്നതനുസരിച്ച് സർക്കാർ നിയമസഭയിൽ കൊടുത്ത കണക്ക്, LDFൻ്റെ പ്രകടന പത്രികയിലെ കണക്ക് അതനുസരിച്ച് ആദ്യത്തേത് 5.99 നിയമസഭയിൽ കൊടുത്തത്, അതുപോലെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 4 ലക്ഷവുമാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ പറയുന്നു 64,000 കുടുംബങ്ങളെ ഉള്ളൂ, 1,09,000 പേരേ ഉള്ളൂ. ഇത് തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് മന്ത്രിയോടൊന്ന് ചൂണ്ടിക്കാട്ടി. മന്ത്രി അപ്പോൾ പറയുന്നു ഇത് ഒരു തരത്തിലും സർക്കാർ പദ്ധതികൾ സ്പർശിക്കാത്ത, കാരണം എന്തുകൊണ്ടാണ്, അവർക്ക് രേഖകളില്ല, പ്രത്യേകിച്ച് അഡ്രസ്സുകളൊന്നുമില്ല, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ സഹായം നടത്തുന്നതാണ്. ഇന്ന് സർക്കാർ പുറത്തിറക്കിയ ഈ രേഖയിൽ, ഈ ഡോക്യുമെൻറ്റിൽ വിശദമായി ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ രേഖകൾ കൊടുക്കാൻ ഞങ്ങൾ മെനക്കെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മന്ത്രി പറഞ്ഞൊരു വേറൊരു കാര്യം, ഈ ID കാർഡ് ഇല്ലാത്ത അതിദരിദ്രരായ മനുഷ്യർക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഈ പദ്ധതി വരുമ്പോൾ ഈ 4 വർഷം നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ, എവിടെ പോയി നിങ്ങളെല്ലാവരും എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് തെറ്റാണ്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പല കാലത്ത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വരും എന്ന് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? സ്പോൺസർഷിപ്പ് വഴി ഇതിനുള്ള പണം കണ്ടെത്തണമെന്ന് പറയുകയും അത് വലിയ വിവാദമാകുകയും ചെയ്ത് എത്രയോ പ്രാവശ്യം കേരളത്തിൽ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് കൊടുത്ത് എത്രയോ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നേ ഈ വിഷയമുണ്ടായിരുന്നു. ഇതിനകത്ത് വളരെ രസകരമായ ഒരു കാര്യം, ഇപ്പോൾ ഈ ഇന്നത്തെ ഡോക്യുമെൻറ്റിനകത്ത് ചില കണക്കുകൾ ഞാൻ വായിക്കാം. വ്യക്തികൾക്ക് ഇടതടവില്ലാതെ മരുന്ന് നൽകിയ സംഭവങ്ങൾ 219, കുട്ടികൾക്ക് വാക്സിനേഷൻ 12, രോഗികൾക്ക് കൂട്ടിരിപ്പുകാരെ ഏർപ്പെടുത്തിയത് 173. ഇത്രയേ ഉള്ളൂ. അതെന്തൊരു രീതിയാണ്? 64,000 കുടുംബങ്ങൾ ഒരു തരത്തിലും ഇതില്ലാത്ത ആളുകളാണ്. പക്ഷേ അവിടെ കൂട്ടിരിപ്പുകാരെ 173 പേരെ മതിയോ? ഇനി വേറെ ഒരു രസകരമായ ഒരു കണക്കൂടെ പറയാം. അത് ഈ ഹോട്ടലിലെ ആളുകൾക്ക് ഭക്ഷണം, ഒരു സംശയമുണ്ട്. കാരണം സർക്കാർ 2021 അധികാരത്തിലെത്തിയതിനു ശേഷം പ്രഖ്യാപിച്ചതാണ്. 2021 എത്തിയതിനു ശേഷം പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഫസ്റ്റ് ഫേസ് പൂർത്തിയായത് 2023 അപ്പോൾ 47% പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തിയിരുന്നു. അന്നും ഒരു കണക്ക് മുഖ്യമന്ത്രി വെച്ചു. 2024 നവംബർ 1 90% കംപ്ലീഷൻ ആണ് പറഞ്ഞത്. ഇപ്പോൾ റിമൈനിങ് 10% ആയിരിക്കും ഇപ്പോൾ ഈ പറയുന്നത്. സഭയിലെ ചോദ്യം വരുന്നത് ഇപ്പോൾ വായിക്കാം. വേറൊരു കാര്യം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇന്നിറങ്ങിയ ഡോക്യുമെന്റ് ആണ്. 2210 കുടുംബങ്ങൾക്ക് 2022 ഏപ്രിൽ 1 മുതൽ ഒക്ടോബർ 31 വരെ ദിവസം 3 നേരം ഭക്ഷണം 50 രൂപ കണക്കിൽ ചെലവായ തുക 43.26 കോടി. ഇതിന് താഴോട്ട് ഞാൻ നോക്കുമ്പോൾ താഴെ കാണുന്നില്ല. ഇതെല്ലാം ആ മാസത്തെ കണക്കുകളാണ്. ബാക്കി എവിടെ പോയി? അത് കാണുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കുറേ അവ്യക്തതകളുണ്ട്. ഞാൻ പക്ഷേ പറയാൻ പോകുന്ന പ്രശ്നം അതല്ല. ഇങ്ങനെ ഒരു വാദത്തിന് ഈ 64,000 കുടുംബങ്ങളെ നിങ്ങൾ കരകയറ്റി എന്ന് വിചാരിക്കുക. ഇത് 3 രീതിയിലാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. തൊഴിൽ വേറെ, അതായത് ആരോഗ്യം, അതുപോലെ തന്നെ വീട്, അതുപോലെ തന്നെ ഒരു ക്രൈറ്റീരിയയും കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. ആരോഗ്യവും വീടും, ആഹാരം, അതുകൂടാതെ വരുമാനം. ഈ 4 കാര്യത്തിലും സുസ്ഥിരമായിരിക്കണം. ഈ 64,000 കുടുംബങ്ങളെ നിങ്ങൾ ഇന്ന് രാവിലെ ഓക്കെയാണ്, നാളെ രാവിലെ ആകുമ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഇതൊരു സ്ഥിരം പ്രോസസ്സാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, എങ്ങനെയാണ് ആളുകളുടെ ഈ ആശുപത്രി മരുന്നുകളുടെ കാര്യത്തിൽ, ഇതെല്ലാം നിങ്ങൾ എങ്ങനെ ഇതിനൊരു കണ്ടിന്യൂറ്റി എങ്ങനെയാണ്? എന്താ ഇതിൻ്റെ പ്ലാൻ? ആരാ ഇതിൻ്റെ ഫണ്ട്? ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ നിന്നോ സ്പോൺസർഷിപ്പിൽ നിന്നോ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. ശരിയാണ്, വളരെ വലിയ ഡ്രൈവാണ്. അപ്പോഴാണ് എനിക്ക് വീണ്ടും സംശയം വരുന്നത്, വ്യക്തികൾക്ക് ഇടതടവില്ലാതെ മരുന്ന് നൽകി 219 എന്നൊക്കെ പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി തൽക്കാലം അത്രയും പേരുണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഇനി ഇത് ഇവിടുന്ന് എങ്ങോട്ടാണ് പോവുക? എങ്ങനെ ഇതിൻ്റെ കൺസിസ്റ്റൻസി പ്ലാൻ എങ്ങനെ? ഇതെങ്ങനെ മുമ്പോട്ട് പോകും? ആ കാര്യത്തിലൊരു വ്യക്തത വേണ്ടേ? നിങ്ങളൊരു പദ്ധതി 2021 പ്രഖ്യാപിക്കുന്നു, അന്ന് തന്നെ പറയുന്നു ഞങ്ങൾ 2025 നവംബർ 1 ആകുമ്പോഴേക്കും ആക്കിയിരിക്കും ഈ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തരായ ആളുകളെന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങളുടെ കണക്കിൽ നിന്ന് അരിച്ചരിച്ച് 64,000 കൊണ്ടുവരുന്നു. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പൊടിപാറ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ ഞങ്ങൾ 30 കുടുംബങ്ങളെ പ്രപ്പോസ് ചെയ്തു, ഒരാൾ പോലും അതിൽ ഉൾപ്പെട്ടില്ല എന്ന്. എന്ത് ക്രൈറ്റീരിയ ആണെന്നാണ് ചോദിച്ചത്. അത് മന്ത്രി പറഞ്ഞ കണക്കുകളിലുമുണ്ട്. അതായത് താഴെത്തട്ടിൽ നിന്ന് പ്രപ്പോസ് ചെയ്ത് കണക്കുകളെല്ലാം എടുത്ത് കൂട്ടി വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതനുസരിച്ച് 1,00,000 മുകളിൽ കുടുംബങ്ങളുണ്ടായിരുന്നു. പല പ്രോസസ്സിൽ അരിച്ച് അവസാനം ഗ്രാമസഭ കൂടിക്കഴിഞ്ഞപ്പോൾ അത് 64,000 ആയെന്നാണ് പറയുന്നത്. ഈ 64,000 ആക്കുന്ന ഗ്രാമസഭ കൗൺസിലറൊക്കെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അവർ കുറയ്ക്കുകയല്ലേ ചെയ്യുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ ആവശ്യക്കാരുണ്ട്, അതായത് ഏറ്റവും പാവപ്പെട്ടവരെ കണ്ടെത്താൻ പോകുമ്പോൾ ആ ലിസ്റ്റ് എങ്ങനെയാണ് കുറയുന്നത്? സാധാരണഗതിയിൽ റേഷൻ കാർഡിൻ്റെ കാര്യത്തിലൊക്കെ കേരളം യുദ്ധം ചെയ്ത് നമ്മൾക്ക് കൂടുതൽ ആളുകളുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വാദിക്കുക ചെയ്യുക, നമ്മുടെ സംഖ്യ കൂടുക ചെയ്യുക. 28 എന്നുള്ളത് 34 ലക്ഷം ആക്കണമെന്ന് ആവശ്യപ്പെടുക ചെയ്ത. പക്ഷേ ലിസ്റ്റിൽ നിന്ന് അവസാനം എല്ലാവരും ഗ്രാമസഭയൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പകുതിയായി കുറയുന്നു. അവിടെയും പ്രശ്നമാണ്.
ചുരുക്കത്തിൽ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച ഒരു പദ്ധതി, അവർ തന്നെ ഫണ്ട് കണ്ടെത്തേണ്ട പദ്ധതി, അവർ തന്നെ സ്പോൺസർമാരെ കണ്ടെത്തേണ്ട പദ്ധതി. ആ പദ്ധതി തൽക്കാലം 64,000 എത്തിയെന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ നാളെ രാവിലെ മുതൽ കോട്ടയം വരെ ഒന്ന് കാറിൽ സഞ്ചരിച്ച് നോക്കൂ, അല്ലെങ്കിൽ രാത്രി സഞ്ചരിച്ച് നോക്കൂ. റോഡിൽ ഇറങ്ങുന്ന മനുഷ്യർ, ഒരു തരത്തിലുള്ള വിലാസമില്ലാത്ത ആളുകൾ, ഇവരേക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പോട്ടെ, അങ്ങനെയൊന്നും എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല. കേരളം 100% സാക്ഷരത എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ പെടുത്തുന്നതാണ് പറയുന്നത്. അല്ല, ചിലപ്പോൾ കേരളീയനായ മലയാളിയായ നിങ്ങൾ ഒരാളെ കാണിച്ചെന്ന പ്രശ്നം അവസാനിച്ചില്ല. ഞാൻ പറയുന്നത് ഒരു ID കാർഡ് ഇല്ലാത്തൊരു മലയാളിനെ കാണിച്ചെന്ന പ്രശ്നം തീർന്നില്ലേ? പിന്നെ ഇന്ന് രാവിലെ തന്നെ ഉന്നതികൾ, ഇപ്പോൾ ഉന്നതികൾ കേരളത്തിൽ അത് കാണാത്തോണ്ടാ. ഇന്ന് മുതൽ വാർത്തകളിലുണ്ട്, വാർത്ത ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ വയനാട്ടിൽ ഈ പണിയ, അടിയ, ഊരാളി, ബട്ടക്കുറുമ, കാട്ടുനായ്ക്കൻ, ഇടുക്കിയിലെ ഹിൽപുലയ, മുതുവാൻ, ഇവരുടെ അവരുടെ കണക്കിൽ എന്താ? അവർക്ക് ID കാർഡ് ഇല്ല. അല്ല, പറയാം ഐഡി കാർഡ് ഇല്ലാത്ത എല്ലാവരും ഐഡി കാർഡ് ഉള്ളവരാണ്. ID കാർഡ് ഇല്ലാത്ത അങ്ങനെ ഒരു കേസേ ഇല്ല. 5,91,000 എന്ന് പറയുന്നത് അതിദരിദ്രർ തന്നെയാണ്. അത് നിയമസഭയിൽ വെച്ച കണക്കാണ്. 4 ലക്ഷം LDF-ന്റെ പ്രകടന പത്രികയിലുള്ളതാണ്. 2025 സഭയിൽ രണ്ട് കണക്ക് 5,91,000 2025 LDF-ന്റെ പ്രകടന പത്രികയിൽ 4.5. അത് വെച്ചാണെങ്കിൽ സർക്കാർ ഭരിച്ചിട്ട് കൂടിയെന്ന് അർത്ഥം. അത് പോട്ടെ, അങ്ങനെയല്ല. 2021 പ്രകടന പത്രികയിൽ 4.5 ലക്ഷം അതിദരിദ്രണ്ട് കേരളത്തിലാണ് പറയുന്നത്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ അതിദരിദ്ര മുക്ത കേരളം എന്നുള്ള പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതപ്പോ അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചുള്ള കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അതിനുശേഷമാണ് പറഞ്ഞത് പി മാമിക്കുട്ടിക്ക് ഷൊർണൂർ MLA കൊടുത്ത കണക്കിൽ 5.91 ലക്ഷമാണ് 2025 അതിദരിദ്രരുടെ കണക്കാ പറഞ്ഞത്. അതെങ്ങനെയാ? അപ്പൊ ശരി, അപ്പൊ ആ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ ചുരുക്കത്തിൽ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ വർഷം 2021 ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. ഞങ്ങളൊരു ഒരു സ്കീം ഉണ്ടാക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുന്നു. അവർ അരിച്ചരിച്ചരിച്ച് എങ്ങനെയോ 5 ലക്ഷമോ 4 ലക്ഷമോ കിടന്ന സാധനം 64,000 കൊണ്ടെത്തിക്കുന്നു. അതിനുശേഷം അതിൻ്റെ കണക്കുകൾ വായിക്കുമ്പോൾ പറയുന്ന പല കണക്കുകളിലും വളരെ ചെറിയ ആളുകളുടെ എണ്ണത്തിലാണ് പറയുന്നത്. ID കാർഡ് ഇല്ലാത്തവർ 23,000 പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൂട്ടിരിപ്പുകാരായ രോഗികളുടെ കൂട്ടിരിപ്പുകാരെ വേണ്ട 173. ഇനി അങ്ങോട്ട് ഇതെങ്ങനെയാണ് പോകുന്നത്? ഈ സിസ്റ്റം ഇതെങ്ങനെയാണ് പോകുന്നത്? എന്തായിരിക്കും ഇതിനുള്ള ഒരു വയബിൾ പ്ലാൻ? അതോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കണോ? പിന്നെ അവസാനമായി ഒരു കാര്യം കൂടെ പറയാം. ഈ പദ്ധതിക്കകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമോ ഒരു തുടർ പ്രക്രിയയാണ്. ഇന്നത്തെ പ്രഖ്യാപിച്ച് സിനിമാ താരങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല. പക്ഷേ സർക്കാർ ഇതിനു വേണ്ടി കഴിഞ്ഞ 4 വർഷമായി ഒരു വലിയ എഫേർട്ട് എടുത്തുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ പല കാര്യങ്ങളിലും വളരെ വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പഴയ ലിറ്ററസി ക്യാമ്പയിൻ കേരളം കണ്ടതാണ്. വളരെ വലിയ ചലനമുണ്ടാക്കിയ, ലോകം മുഴുവൻ ശ്രദ്ധിച്ച ക്യാമ്പയിനായിരുന്നു. അത് ഒരു ഏപ്രിൽ 18-ാം തീയതിയാണ് അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ വരുന്നത്. അത് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വെച്ചായിരുന്നു 1991. അന്ന് ചേലക്കോടൻ ആയിഷ എന്ന് പറയുന്ന നവസാക്ഷരയായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമാ താരങ്ങളാണ്. ഇതാണ് എൻ്റെ നിലപാട്. അതിദാരിദ്ര്യമുക്ത കേരളമോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ ആൻറ്റോ, ഇതിപ്പോൾ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമ്പോൾ ഏതുതരം അതിദാരിദ്ര്യയാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്? അത് കാരണം അതിദരിദ്രർ വേറെയുണ്ട്, വേറെ കണക്കും അതും സർക്കാർ പറഞ്ഞു തന്നെയാണ്. ഇപ്പോൾ ഈ 64,000 വരുമ്പോൾ അത് ചുരുക്കി പരിശോധിച്ച് 64,000 എത്തിയെന്ന് പറയുന്നു. അതിലേക്ക് പോയ മാനദണ്ഡം എന്താണെന്ന് നോക്കുമ്പോൾ അതിലും ചില സംശയങ്ങൾ വരുന്നുണ്ട്. അങ്ങ് കരുതുന്നുണ്ടോ ഇപ്പോൾ മൊത്തം അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായെന്ന്? ഈ കേരളത്തിലെ അതിദരിദ്രരുടെ കണക്ക് 1974 59.8%, 94 25.4%, 2011-12 11.3%, 2021 0.71%, 23 0.55%, 25 0.15%. ഇതാണ് കണക്ക്.
അപ്പോൾ ഞാൻ പറയുന്നത് 2021 സർക്കാർ ഇത് എൽ ഡി എഫിൻ്റെ പ്രകടനപത്രികയിൽ 4.5 ലക്ഷം അതിദരിദ്രരുണ്ടെന്ന് പറയുകയും അത് പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് ഭരണത്തിൽ വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പറയുന്നത് എന്താണ്, ഈ കേരളത്തിലെ അതിദാരിദ്ര്യ മുക്ത കേരളം ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയും അത് 2023 കഴിഞ്ഞപ്പോഴത്തേക്കും 0.55% വരുന്നു, 2025 0.15% വരുന്നു. ഇപ്പോഴത് പൂർണ്ണമായിട്ട് അതിദാരിദ്ര്യ മുക്തം കേരളം എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് വരികയാണ്. എന്താണ് ഈ ദരിദ്രരും അതിദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതാണ്. ഈ ഒരു മലയാളിയായ വ്യക്തി കേരളത്തിലെ റോഡുകളിൽ നിങ്ങൾക്ക് കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രേഖയുണ്ടാകാൻ പാടില്ല, അവർക്ക് തലചായ്ക്കാൻ ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, അതേ ചികിത്സിക്കാൻ മരുന്ന് കിട്ടാത്ത ആൾക്കാരായിരിക്കാം, അവരെ പരിരക്ഷിക്കാൻ ആൾക്കാരില്ലാത്തതായിരിക്കാം, ഭക്ഷണം ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. ഇവരെല്ലാം നമ്മൾ അതിദരിദ്രരായിട്ട് കണക്കാക്കുക. അപ്പോൾ ഈ അതിദരിദ്രരും എന്തുകൊണ്ടാണ് പിന്നെ എം പി രാജേഷ് മിനിസ്റ്റർ പറഞ്ഞിട്ട് എം പി രാജേഷ് മിനിസ്റ്റർ എന്തുകൊണ്ടാണ് ഈ അതിദരിദ്രരായ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു രേഖയെങ്കിലും വേണം എന്ന് പറയുന്നത്? ഇപ്പം ഞാൻ പറയാം, ഒരു രേഖയില്ലാത്ത ഒരു അഗതി ഉണ്ടെന്ന് വെക്കുക, അവർക്ക് അഗതി പെൻഷൻ കിട്ടില്ല. കാരണം ഈ അഗതി പെൻഷൻ കൊടുക്കുന്നതിനാ അഗതികൾക്കായ ആൾക്കാർക്ക് കിട്ടുന്ന പെൻഷനാണ് അഗതി പെൻഷൻ. വാർദ്ധക്യ പെൻഷൻ എന്തിനാണ്? വാർദ്ധക്യം ആധിക്യം കൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി വാർദ്ധക്യ പെൻഷൻ. ഇങ്ങനെയുള്ള ഓരോ പെൻഷനുകൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ കുട്ടികൾക്ക് പഠിക്കാൻ സംവിധാനം ഇല്ലാത്തവർക്ക് വീട്, ഈ പറയുന്ന സമയത്ത് ഇപ്പോൾ തല ചായ്ക്കാൻ ഒരു സ്ഥലമില്ല, അതിപ്പോൾ ചിലപ്പോൾ പുറമ്പോക്കിലായിരിക്കാം, ചിലപ്പം ആദിവാസി കോളനിയിലായിരിക്കാം, എവിടെയായിരിക്കാം. പക്ഷേ അവർ അതിദരിദ്രരാണോ എന്ന് ചോദിച്ചാൽ അവർക്ക് കേരളത്തിലെ സംവിധാനങ്ങളെ മുഴുവൻ അപ്രോച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ ID കാർഡില്ല, ഞാൻ ഈ കേരളത്തിൽ ഞാൻ ജീവനോടെ ഉണ്ട്, പക്ഷേ ജനങ്ങൾക്കറിയില്ല ഇങ്ങനെ ഒരാളുണ്ടോ, അദ്ദേഹത്തിന് പേരില്ല, അദ്ദേഹത്തിന് ഊരില്ല, അദ്ദേഹത്തിന് ID കാർഡില്ല, അദ്ദേഹം സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമല്ലാത്ത ഒരാൾക്ക് അയാളെ അതിദരിദ്രരായിട്ട് കണക്കാക്കാം. അങ്ങനെയുള്ള അതിദരിദ്രരെ കണക്കാക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ പറയാം, ഞാനൊരു അഗതിയാണ്, എനിക്ക് അഗതി പെൻഷന് വേണ്ടി അപ്ലൈ ചെയ്യണം, എൻ്റെ കയ്യിൽ അഗതി പെൻഷൻ സംവിധാനം ഇല്ല. അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്തൊരു ID കാർഡ് വേണ്ടേ? അങ്ങനെ കേരളത്തിലെ എല്ലാ സംവിധാനങ്ങൾക്കും എന്തുണ്ട്? എല്ലാ സംവിധാനങ്ങൾക്കും ഓരോ സഹായ സംവിധാനങ്ങളുണ്ട്. ഇപ്പം അഗതികൾക്ക് വേണ്ടിയിട്ടാണോ, രോഗികൾക്ക് വേണ്ടിയിട്ടാണ്, അപ്പം ഈ ഭക്ഷണം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്, കാരുണ്യ പ്രശ്നങ്ങൾ കിട്ടുന്നവർക്കുണ്ട്, രോഗികളായ ആൾക്കാർക്കുണ്ട്, കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആശാവർക്കന്മാർ, എല്ലാ കാര്യങ്ങൾക്കും സെപ്പറേറ്റ് സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളെ ഒന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എനിക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ കേരളീയനാണോ, എനിക്ക് കേരളത്തിൽ ID കാർഡില്ലേ, എനിക്കതിൻ്റെ രേഖകൾ കാണിക്കാൻ കഴിയുന്നില്ലേ എന്നുള്ള സംവിധാനത്തിലാണ് ഈ പറയുന്ന അതിദരിദ്രർ എന്ന് പറയുന്നത്. മറ്റുള്ള അതിദരിദ്രർ ഒരു ID കാർഡ് കിട്ടിയാൽ, അത് കേരളത്തിലെ ഒരു റേഷൻ കാർഡ് കിട്ടിയാൽ, ഒരു ID കാർഡ് കിട്ടിയാൽ ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. ഉപയോഗിക്കുന്നില്ല സംവിധാനം കേരളത്തിലുണ്ട്, അത് ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? കേരളത്തിലെ എല്ലാ വാർഡുകളിൽ ഇറങ്ങി ചെന്നിട്ട് വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ, അവിടുത്തെ ADSൻ്റെ നേതൃത്വത്തിൽ, അവിടെ ആശാവർക്കന്മാരുടെ നേതൃത്വത്തിൽ, ഇവരുടെ നേതൃത്വത്തിൽ ആ വാർഡിലുള്ള അതിദരിദ്രരായ ആൾക്കാർ, ഒരു വാർഡിൽ ഇപ്പം ഞാൻ പറയാം, എൻ്റെ പഞ്ചായത്തിലെ 11ാം വാർഡിൽ ഒരു 10 പേരുണ്ടെന്ന് വെക്കുക. ആ 10 പേർക്ക് ID കാർഡ് ഇല്ലെങ്കിൽ ആ പഞ്ചായത്ത് മെമ്പർക്ക് അറിയാം ഇതേ അവിടുത്തെ ID കാർഡ് ഇല്ലാത്ത ആളാണ്, അദ്ദേഹത്തിന് മരുന്ന് കിട്ടുന്നില്ല. അങ്ങനെയുള്ള അവിടുത്തെ ആശാവർക്കന്മാർക്കറിയാം, അവിടുത്തെ ADSനും പിന്നെ തൊഴിലുറപ്പ് പണിയെടുക്കുന്നവർക്കും അറിയാം. കാരണം എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ആൾക്ക് ഈ സംവിധാനമില്ല. അതുകൊണ്ട് മൈന്യൂട്ടായ രീതിയിൽ ഇറങ്ങിച്ചെന്ന് ഓരോ ഏരിയയിൽ, ഓരോ വാർഡ് തലത്തിൽ പോയി, വാർഡിൽ എത്ര വീടുണ്ടാവുക? 800 900 പിന്നെ 1000-ൽ താഴെ വോട്ടർമാരുള്ള സ്ഥലമാണ് ഒരു വാർഡ് എന്ന് പറയുന്നത്. ഈ 1000-ൽ താഴെ വോട്ടർമാരുള്ള മൈന്യൂട്ട് ലെവലിൽ ഇറങ്ങിച്ചെന്ന് വീടുകൾ, അപ്പോൾ മൈന്യൂട്ട് ലെവലിൽ ഇറങ്ങിച്ചെന്ന് ആ മൈന്യൂട്ടിൽ നിന്നും പോലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ എടുത്തു കൊണ്ടുവന്ന് ആ പിന്നെ പട്ടിക പഞ്ചായത്ത് ഭരണസമിതിന് മുന്നിൽ വെച്ച് അവർ പാസ്സാക്കി, ജില്ലയിൽ കൊണ്ടുവന്ന് ജില്ല പാസ്സാക്കി സംസ്ഥാനത്തുനിന്ന് ഒരു കണക്കിൻ്റെ പേരിൽ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിദരിദ്രർ ദരിദ്രർ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിദരിദ്രരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതാണ് രാജേഷ് മിനിസ്റ്റർ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ID കാർഡെങ്കിലും വേണം. ID കാർഡ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ എല്ലാം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റും. അദ്ദേഹത്തിന് ക്ഷേമ പെൻഷൻ അപേക്ഷിക്കാം, അദ്ദേഹത്തിന് കാരുണ്യ പെൻഷൻ അപേക്ഷിക്കാം, അദ്ദേഹത്തിന് വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കാം, അദ്ദേഹത്തിന് കിടപ്പ് രോഗിയാണെങ്കിൽ ആ കിടപ്പ് രോഗിയിൽ ചികിത്സയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന സിസ്റ്റത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഒരു ID കാർഡെങ്കിലും ഇല്ലാത്ത ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നേരെ തിരിച്ച് ആ പറഞ്ഞ വാക്കിനെ നേരെ മാറ്റി പറയുകയാണ്. എന്താ പറയുന്നത്? അയ്യോ അതിൻ്റെ ക്രൈറ്റീരിയ ID കാർഡാണ്. അങ്ങനെയല്ല. ID കാർഡ് എന്ന് പറയുന്നതിന് അർത്ഥം അങ്ങനെയല്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ പറയാം? അപ്പം ഇപ്പം അങ്ങനെ പ്രശ്നമുള്ള പ്രതിപക്ഷം എന്താണ് ചെയ്യേണ്ടത്?
പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു ID കാർഡും ഇല്ലാത്ത ഒരു 500 ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരൂ. കേരളത്തിൽ ജനിച്ച കേരളത്തിലെ അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരാളെ ഒരു 500 പേരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് പറയേണ്ടത് എന്താ? ഇവർക്കൊന്നും ID കാർഡില്ല. ID കാർഡ് ഉണ്ടെങ്കിൽ അത് ആ പഞ്ചായത്തിൻ്റെ ആ പഞ്ചായത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറയാം, ഇപ്പം ഞാൻ ഇന്ന പഞ്ചായത്തിൽ 11ാം വാർഡിൽ താമസിക്കുന്ന ഒരാളാണ്. എൻ്റെ പഞ്ചായത്തിൽ ഒരു ID കാർഡ് എനിക്കുണ്ട്. ആ പഞ്ചായത്തിൽ ID കാർഡ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സംവിധാനം മുഴുവൻ ചെയ്തു കൊടുക്കുന്നത് ആ വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞിട്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡ് മെമ്പറുടെ ജോലി എന്താ? അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആൾക്കാരെ മുഴുവൻ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് പഞ്ചായത്തിൽ നിന്നും സർക്കാരും കിട്ടുന്ന ആനുകൂല്യം മുഴുവൻ അദ്ദേഹത്തിന് മേടിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്ത പഞ്ചായത്ത് പ്രസിഡന്റ്. ജിമ്മി സാർ നേരത്തെ ചോദിച്ചല്ലോ, ഈ അതിദരിദ്രർക്കുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൽ പിന്നെ സർക്കാർ, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നത്. അല്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടറിയിൽ നിന്ന് ഓരോ പഞ്ചായത്ത് ഓരോ ജനങ്ങൾക്ക് കൊണ്ട് പൈസ കൊടുക്കുന്ന പരിപാടിയല്ല. കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത് അങ്ങനെ ചെയ്യാൻ കഴിയും. ഒരു പഞ്ചായത്ത് അത് സ്ഥിരമായി നടക്കുന്ന സംഭവമില്ല സാർ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നിലും എത്ര പേര് ജനസംഖ്യ ഉണ്ടെന്ന് പോലും അറിയാത്ത സ്ഥലത്ത് കേരളത്തിൽ ഒരാളെ പോലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലേക്ക് ഈ സംസ്ഥാനം മാറി എന്നുള്ളതാണ്. 2011 നിങ്ങൾ പറഞ്ഞ പോലെ ID കാർഡ് പറഞ്ഞത്. ID കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ID കാർഡുള്ള ഒരാൾക്ക് സംസ്ഥാനത്തിന്റെ എല്ലാ വിവിധമായ ക്ഷേമ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള കാര്യം നടക്കും ഇന്നത്തെ സിറ്റുവേഷനിൽ. എനിക്കൊരു ID കാർഡ് ഉണ്ട്, എനിക്കൊരു വീട് കിട്ടുമോ? വീട് കിട്ടുമല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ വീട് കൊടുക്കുന്നത്. 5 ലക്ഷം വീടുകൾ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ. എങ്ങനെയാ കൊടുത്തത്? 5 ലക്ഷം പട്ടയം കൊടുത്തിട്ടുണ്ട്. ആ പട്ടയം കൊടുക്കുന്നതും വീടില്ലാതെ എത്ര പേരാ കേരളത്തിൽ ഭവനരഹിതരുടെ കണക്കെന്താ? ഇനി 40,000 ഉള്ളൂ. 5 ലക്ഷം മൊത്തം ഉള്ളത്. 5 ലക്ഷം സർക്കാരിന് ടാർഗറ്റാ. കേരളത്തിലെ ഓരോ ജില്ലകളിലും നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്താണ്. കേരളത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് താങ്കളുടെ സമയമാണ് കൊടുത്തു. അതിന്റെ ചെറിയ കാര്യ അല്ല. അങ്ങനെ തന്നെ പറയണം. ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഉറപ്പായിട്ടും സർക്കാരിന് ഈ 64,000 കുടുംബങ്ങളിൽ 5% ആദിവാസികളേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാക്കി എല്ലാ ആദിവാസികൾക്കും ഇവിടെ രേഖയെന്നാണ് പറയുന്നത്. 20% ദളിതരേ ഉള്ളൂ. 75% ഇതര വിഭാഗക്കാരാണ്. ഇതെങ്ങനെയാണ് ഈ കണക്ക് ശരിയാവുക? നിങ്ങൾ ഒരു ആദിവാസി ഉന്നതിയിൽ ചെന്നിട്ട് നിങ്ങളെ ഒരു 20 വീടാണ് ഉണ്ടെന്ന് വെക്കുക. 20 വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ? ഇദ്ദേഹത്തിന് എന്തില്ല? ID കാർഡില്ല, ഇദ്ദേഹത്തിന് ഭക്ഷണം കിട്ടുന്നില്ല, ഇദ്ദേഹത്തിന് മരുന്ന് കിട്ടുന്നില്ല. അങ്ങനെ സംവിധാനമൊന്നും ഇല്ലാന്ന് എല്ലാ ഉന്നതികൾക്കും അതിൻ്റെതായ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ. നിങ്ങൾക്കത് അറിയില്ല. ഓരോ ID കാർഡ് ഉണ്ടെങ്കിൽ വീട് കിട്ടുന്ന, ID കാർഡ് ഉണ്ടെങ്കിൽ സ്ഥലം കിട്ടുന്ന പദ്ധതിയുടെ ഭാഗമാണെന്ന്. കേരളത്തിലെ ലൈഫ് പദ്ധതിയുടെ പ്രകാരം 2ാം ഘട്ടവും 3ാം ഘട്ടവും കിട്ടുന്നില്ല. മുഴുവൻ കിടക്കാണ്. അത് വേറെയല്ല. ആളുകളാണ് വീടും വരുന്നില്ലേ? വീടില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്തവർ, തൊഴിലില്ലാത്തവർ, ID കാർഡ് ഇതെല്ലാം കിട്ടിയോ? അത് പ്രയോറിറ്റിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് പ്രയോറിറ്റി പറയുന്നു? ഞാൻ പറയാം, ഈ വർഷം 5 ലക്ഷം, മൊത്തം 10 ലക്ഷമാണ്. ഞാൻ ഉദാഹരണമാണ് പറയുന്നത് കേട്ടോ. നിങ്ങളത് 10 ലക്ഷം വീടെന്ന് പറഞ്ഞു കളയരുത്. 10 ലക്ഷം വീടില്ലാത്ത ആൾക്കാരെ നോക്കുന്നു. ഈ വർഷം സർക്കാരിന് കൊടുക്കാൻ പറ്റുന്നത് 2 ലക്ഷം വീടാണ്. അടുത്ത വർഷം 5 ലക്ഷമാണ്. അടുത്ത വർഷം 3 ലക്ഷമാണ്. അങ്ങനെ 10 ലക്ഷമാണെന്ന് വെക്കുക. അങ്ങനെ 10 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ അത് എന്ന് പറയുന്നത് എന്താ? അദ്ദേഹത്തിന് അതിൻ്റെ പ്രയോറിറ്റി കിട്ടും. എനിക്ക് ഈ മാസമേ കിട്ടുള്ളൂ. എനിക്ക് കാരണം കേരളത്തിലുള്ള മുഴുവൻ വീടുകൾ ഒരു സമയത്ത് കൊടുക്കാൻ കഴിയില്ലല്ലോ. കൊടുക്കാൻ കഴിയില്ല. നമുക്ക് 2 മാസം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് കിട്ടുള്ളൂ. പക്ഷേ അതിന് പ്രയോറിറ്റി ഉണ്ട്. ആ സമയത്തേക്ക് എത്തും. പക്ഷേ എന്താ പറയുന്നത്? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കേരളത്തിലെ രോഗികൾക്ക് മരുന്ന് കിട്ടാത്ത പ്രശ്നമില്ല. നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം നിങ്ങൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ പ്രാഥമിക ഏത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാത്തും ഏത് രോഗി കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മുഴുവൻ രോഗികളുടെ ഓപ്പറേഷൻ
സാറേ നിങ്ങൾ ബിലോ ആവറേജ് പാവപ്പെട്ട പോകുന്ന സ്ഥലമാണ് ആശുപത്രി. ദരിദ്രരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് മെഡിക്കൽ കോളേജ് അങ്ങനെയല്ല. മെഡിക്കൽ കോളേജിൽ അതിദരിദ്രരാണ് പറയുന്നത് ശ്രീ ആന്റോ അഗസ്റ്റിൻ. എന്ന് മാത്രമല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആശുപത്രികളിൽ ഓപ്പറേഷൻ നടക്കുന്നത് പുറത്തു നിന്ന് ഒരു ക്രൈറ്റീരിയ ഇല്ല. ഒരു ക്രൈറ്റീരിയ ഇല്ല. ഞാൻ പറയാം ഒരു ചിറക്കൽ ഡോക്ടർ അതൊക്കെ വേറെ കാര്യം. ഏത് കാര്യം? ഒരു കാർഡുമില്ല. കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പോകുന്നത് പാവപ്പെട്ടവരാണ്. മാത്രം പറയാം. കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ടവരാണ്. എന്നിട്ട് അത് മുടങ്ങി എടുക്കുന്നില്ല. സാറേ അതിദരിദ്രൻ നിങ്ങളല്ല പറയുന്നത്. അതാ 4 ലക്ഷം അതിദരിദ്രരാണ് കേരളത്തിലുള്ള. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ആ 4 ലക്ഷം വേണ്ട സാറേ, ഒരു 2000 ആൾക്കാരെ ഇറക്കി നിർത്തി പറഞ്ഞാൽ പോരെ. ഇത് ഇവർ നിൽക്കുന്നവരൊക്കെ അതിദരിദ്രാന്ന്. ഈ കാലത്ത് പകുതി ബുദ്ധിമുട്ടില്ലല്ലോ. അതെന്തേ പറയാത്ത രാഷ്ട്രീയ പാർട്ടികൾ എന്താ അങ്ങനെ വാർത്തയുണ്ട്? ഇന്നു മുതലുള്ള വാർത്തയുണ്ട്. നമുക്കുണ്ടല്ലോ വാർത്ത. സാറേ ദരിദ്രര് കേരളത്തിലുണ്ട്. പുതിയൊരു വ്യാഖ്യാനത്തിലേക്ക് വരികയാണ്. അതിദരിദ്ര എന്നാൽ രേഖകളില്ലാത്തവർ മാത്രമാണ് അത്. അങ്ങനെയല്ല, എല്ലാവർക്കും ഇത് കൊടുത്തിട്ട് പ്രഖ്യാപിക്കുക. കേരളത്തിലെ ഓരോ പദ്ധതികളും, ഓരോ ക്ഷേമ പെൻഷൻ പദ്ധതികളും അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനമായ പദ്ധതികളും ലഭിക്കണമെങ്കിൽ എന്ത് വേണം? കേരളത്തിലുള്ള ഒരാൾക്ക് കേരളീയനാണെന്ന് തെളിയിക്കാനുള്ള രേഖയെങ്കിലും വേണം. കേരളത്തിലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മനുഷ്യരാരാന്ന് തെളിയിക്കുന്ന രേഖ പോലും ഇല്ല. അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാവർക്കും രേഖകളുണ്ട്. അപ്പോൾ ആ രേഖയുള്ള ആൾക്കാരെ അതാത് പഞ്ചായത്ത് മെമ്പർമാരും അതായത് പഞ്ചായത്തിലെ ആൾക്കാരും എന്താ ചെയ്യേണ്ടത്? അവരെ കൊണ്ടുപോയിട്ട് ആ പറയുന്ന എന്താണ് ഈ പറയുന്ന സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കണം. അത് അദ്ദേഹം ചെയ്തില്ല, അല്ലെങ്കിൽ അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ലോകത്ത് ഒരു സംസ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടാത്തത്. പറയരുത്. അങ്ങനെയാണ്. അതാണ് നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ എങ്ങനെയാ സാർ? ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് വന്നൊരു വാർത്ത. എന്താണ്? തറ കെട്ടിയിട്ടു, വീട് പൊളിച്ചു മാറ്റി, ഒരു ഷെഡിലാണ് കിടക്കുന്നത്. പിന്നെ പൈസ കിട്ടിയില്ല, പൈസ കൊടുത്തില്ല, 2ാം ഗഡു വന്നില്ല ലൈഫിന്റെ. നിങ്ങൾ അതിദരിദ്രരാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മതി പ്രഖ്യാപനം. ഒരു വീടുണ്ടായിരുന്നു, വീട് പൊളിച്ചു കളഞ്ഞു, ഇപ്പൊ തറ കെട്ടിയിരിക്കുകയാണ്, പൈസ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എതിരാണില്ല. പൈസ ഞാൻ പറയുന്നത് എന്താണ്? ആ വീടില്ലാത്തവർ, ആരോഗ്യമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പറയുന്നത് നിങ്ങൾ അത് ദരിദ്രരുടെ കൂട്ടത്തിൽ കൂട്ടിക്കോ. നിങ്ങൾ കൊണ്ട് അതിദരിദ്രരുടെ കൂട്ടത്തിൽ 180 രൂപയിൽ താഴെ വരുമാനമുള്ള ആളുകളാണല്ലോ കേരളത്തിൽ. 1973-ലും 74-ലും 59% അതിദരിദ്രം ഉണ്ടായിരുന്നത്. അവരുടെ അവസ്ഥ അറിയോ നിങ്ങൾക്ക് എന്താണെന്ന്? അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാണ്ടായിരുന്നില്ല, അവർക്ക് തുണി ഉണ്ടായിരുന്നില്ല, അവർക്ക് മരുന്ന് മേടിക്കാൻ സംവിധാനം ഉണ്ടായിരുന്നില്ല, അവർക്ക് കിടക്കാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല, അവർ കാടുകളിലും റോഡുകളിലുമാണ് കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 59% ഉണ്ടായിരുന്ന ആൾക്കാർ കുറഞ്ഞു വന്നിട്ടാണ് 0.15%. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഐഡി കാർഡ് ഇല്ലാത്ത കേരളം മുന്നിലാണ്. വയനാട്ടിൽ പണിയ അടിയ കാട്ടുനായ വെട്ടക്കുറുമെന്നൊക്കെ പറയട്ടെ. ഇവർ ഭൂരിപക്ഷത്തിനും ഭൂരഹിതരാണവർ. അവർക്ക് വീടില്ല, തൊഴിലില്ല, പലരും പുഴയോരങ്ങളിലും പുറമ്പോക്കുകളിലും കഴിയുകയാണ്. അപ്പോൾ അവർക്ക് രേഖ ഉണ്ട് അല്ലെ, രേഖ ഉണ്ടായിട്ട് പുറമ്പോക്കിൽ കഴിയണമെന്നുണ്ട്. അവർ അത് ദരിദ്രപ്പെടില്ല. ഇതാണ് പറയുന്നത്. നിങ്ങൾ ഒരു 10 കോളനി കാണിച്ചു വിട്ടു. അങ്ങനെ അല്ലെങ്കിൽ മേഡം ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയില്ലാഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സർക്കാർ ഉന്നതികളിൽ പോയി നോക്കിക്കോളൂ, ആദിവാസി ഉന്നതികളിൽ പോയി നോക്കൂ. ഒന്നാമത് ഈ ഉന്നതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉന്നതി എത്തിയിട്ടില്ല. ഓരോ ഉന്നതികളിലും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ, സർക്കാരിന്റെ സംവിധാനങ്ങൾ വാങ്ങിക്കൊടുക്കാനും ആരോഗ്യപരമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും ഒരു മിനിറ്റ് ഭക്ഷണം കൊടുക്കാനും എല്ലാ സംവിധാനമുള്ള സ്റ്റാഫുകൾ ഓരോ ഉന്നതികൾക്കുണ്ട്. അത് മനസ്സിലായോ? നടക്കുന്നുണ്ട്. കേരള സർക്കാർ ചെയ്ത കാര്യങ്ങളോടുള്ള മുഖം തിരിക്കില്ല. പക്ഷേ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് തീർന്നിട്ടില്ല. ആ പരിപാടി ചോദിക്കുമ്പോൾ പറയും ലൈഫ് മിഷന്റെ വീട് വന്നിട്ടില്ല എന്ന് പറയും. അത് 5 ലക്ഷം ടാർഗറ്റ് വെച്ചു. ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 5 ലക്ഷം വീടുകൾക്ക് ടാർഗറ്റ് വെച്ചു. 4,40,000 ആയി. 60,000 ടാർഗറ്റ് 6 മാസം കൂടെ പൂർത്തീകരിക്കും എന്ന് പറയുന്നത്. അയ്യോ അത് ശരിയല്ലെന്ന് പ്രകടന
പദ്ധതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേരളത്തിലെ മുഴുവൻ കാര്യം നടത്താൻ പറ്റില്ല. ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് കൂടെ പറഞ്ഞ അവസാനിപ്പിക്കുക സാറേ. കേരളത്തിലെ ഒരു സർക്കാർ അധികാരത്തിന് വരുന്നതിന് മുന്നേ LDF സർക്കാർ ഒരു പ്രകടന പത്രം മുന്നുകൾ വെച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു കാര്യം എന്താണ്? ലൈഫ് മിഷനിൽ കൂടെ 5 ലക്ഷം വീട് കൊടുക്കുന്നു. 5 ലക്ഷം വീട് എന്നല്ല പറഞ്ഞത്, 10 ലക്ഷം എന്ന് പറഞ്ഞിട്ടല്ലോ. 5 ലക്ഷത്തിൽ 4,40,000 പൂർത്തിയാക്കി, ബാക്കി 60,000 6 മാസം കൂടെ പൂർത്തിയാക്കും. 5 ലക്ഷം പൂർത്തീകരിച്ചിറങ്ങും. അതിദരിദ്രം ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റും. ആ കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഇതാ കേരളത്തിൽ 7 ലക്ഷം വീടുണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾ 7 ലക്ഷം പൂർത്തിയാക്കിയെന്ന് പറയുന്നില്ല. ഒരു പ്രകടന പത്രിക എന്ന് പറയുന്നതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേമ പെൻഷൻ 2,500 ആക്കി എന്ന് പറഞ്ഞു. 2,500 ആക്കുമെന്ന് പറഞ്ഞു. 2,000 ആക്കി. ഇനി 500 കൂടി അവരെ പ്രകടന പത്രിക. അപ്പം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അതിദാരിദ്ര്യമുക്ത കേരളമാകണമെങ്കിൽ എല്ലാ ആളുകൾക്കും ആ അവസ്ഥയിലേക്ക് വരണം. കേന്ദ്ര സർക്കാർ ഇത് സമ്മതിച്ചല്ലോ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അത് സമ്മതിച്ചല്ലോ. എന്ത്? കേരളം അതിദരിദ്രമുക്ത കേരളമാണെന്നെങ്കിലും സമ്മതിച്ചല്ലോ. വലിയ കാര്യം. അത് നമുക്ക് തർക്കമില്ലാത്ത വിഷയമാണ്. സുജിയ, അതിദാരിദ്ര്യമുക്ത കേരളമാണോ? അതിദാരിദ്ര്യമുക്തമെന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വിശദീകരിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടറിലൂടെയും അദ്ദേഹം വന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടായിരുന്നു. തൽക്കാലം നമുക്ക് മന്ത്രിയെ വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിലെ ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വന്ന് കേരളം അതിദാരിദ്ര്യമുക്തമാണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് തൽക്കാലം വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. പ്രൊവൈഡഡ് അവിടെ മറിച്ചുള്ള കണക്കുകൾ ഇപ്പോൾ നമ്മുടെയൊക്കെ മുന്നിലുള്ള ആളുകൾ വന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെയൊക്കെ കോളനികളിൽ ദാരിദ്ര്യമുണ്ട്, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഉന്നതികളിൽ ദാരിദ്ര്യമുണ്ട്, ഞങ്ങളുടെ ജീവിതം നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഉന്നതങ്ങളിലേക്ക് ഉയർത്താൻ ആരും എത്തിയിട്ടില്ല എന്ന് പറയുന്ന കുറച്ച് ആളുകളെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. അതേസമയം ലൈഫ് പോലെയുള്ള പദ്ധതികളിലൂടെ വീട് കിട്ടിയ ആളുകൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇവിടെ കേരളം കൈവരിച്ച നേട്ടത്തെ കുറച്ച് കാണേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിദാരിദ്ര്യമുക്തമാവുക എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്. അത് ഇപ്പോൾ ഏത് സംസ്ഥാനത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും ഒരു സ്വപ്നമാണ്. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്, എല്ലാവർക്കും താമസിക്കാനായിട്ട് മേൽക്കൂരയുള്ള ഒരു കിടപ്പാടം ഉണ്ടാകുന്നു. അങ്ങനെ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങളെല്ലാം, അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു കിനാശേരി, അതെല്ലാവരും സ്വപ്നം കാണുന്നതാണ്. അപ്പോൾ അതിലേക്ക് എത്തി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എത്താതെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെയും കൂടി ആ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഈ വിഷയത്തിൽ നടക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ പട്ടിക തയ്യാറാക്കിയത് പൊടുന്നനെയാണോ, ഒരാഴ്ച കൊണ്ട് തയ്യാറാക്കിയ ഒരു പട്ടികയാണോ, ഈ പട്ടികയ്ക്കായി നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. നാളെ മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാത്തിനും ഒരു വ്യക്തതയാകുമെന്നാണ് ഇന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ് ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്. അതെ. അപ്പോൾ ഈ നടത്തിയ ആളുകൾ, അതുപോലെ തന്നെ ഇതിന് മേൽനോട്ടം വഹിച്ചത്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നാളെ മുഖ്യമന്ത്രി പറയുമെന്നാണ് മുഖ്യമന്ത്രി പറയുമെന്നാണ് മന്ത്രി പറഞ്ഞ് ഉച്ചയ്ക്ക് അവസാനിപ്പിക്കുന്നത് ഞാൻ കേട്ടത്. എന്തായാലും ഇവിടെ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് 2021 ജനസംഖ്യയുടെ 0.7% മാത്രമാണ് ദരിദ്രരായി ഉണ്ടായിരുന്നത്, അതായത് അതിദരിദ്രരായി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ദരിദ്രരുടെ ഈ കണക്കിൽ നിന്നാണ് തുടർഭരണം കിട്ടിയ ഇടത് സർക്കാർ വന്നിട്ട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത ആദ്യത്തെ തീരുമാനം 2021 തുടർഭരണം കിട്ടുന്നു, അധികാരത്തിലെത്തുന്നു, അതിനുശേഷം ചേരുന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗം എടുക്കുന്ന ആദ്യത്തെ തീരുമാനമാണ്. അതാണ് ഇതിന്റെ ഈ തീരുമാനത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. ആ തീരുമാനം കേരളം അതിദാരിദ്ര്യമുക്തമാക്കും എന്നുള്ളതാണ്. ആ തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു എന്നുള്ളത് ആദ്യമായിട്ടല്ലല്ലോ പ്രഖ്യാപിക്കുന്നത്. 2023 മുഖ്യമന്ത്രി പിണറായി വിജയൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. അന്നത്തെ കേരള പിറവി ദിനത്തിൽ അനൗൺസ് ചെയ്യുന്നത് 64,006 നിന്ന് 30,658 പേർ അതിദാരിദ്ര്യത്തിൽ മോചിതരായി എന്ന് 2023 നവംബർ 1 മുഖ്യമന്ത്രി പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം 2024 അതിൽ നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അതും പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു പ്രഖ്യാപനമാണ് എന്ന ഒരു വാദം അത്ര നിലനിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പ്രഖ്യാപനത്തിൽ പെടാതെ പോയ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് ഇതുവരെ വന്ന ദൃശ്യങ്ങളിൽ നിന്ന്, അതോടൊപ്പം തന്നെ വിവിധ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന്, പ്രതിപക്ഷം ഇത്രയും ശക്തമായി എതിർക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പൂർണ്ണമായും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാതെ നിൽക്കുന്ന, ഈ കാണാതെ പോകുന്ന ആളുകളുണ്ടാകും, ഈ പട്ടികയിൽ പെടാതെ പോകുന്ന ആളുകളുണ്ടാകും. ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടി നടത്തിയ വലിയൊരു യജ്ഞമാണ് എന്നതാണ് ഇവരിപ്പോൾ അവകാശപ്പെടുന്നത്. ഇവിടെ ഉൾപ്പെടാതെ പോയത് പറഞ്ഞാൽ അംഗീകരിക്കാം എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് സർക്കാർ എത്തിക്കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമില്ലാതെ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഉൾപ്പെടാതെ പോയ മനുഷ്യരും അവരും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ
കയറാനായിട്ട് അവർക്കും അവകാശമുള്ളവരാണ് അല്ലേ. കേരളം ഇങ്ങനെ ഒരു വലിയ പദ്ധതിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കും അതിൽ നിന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് വരാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഇതുവരെ നിങ്ങൾ ചേർത്ത് പിടിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ശ്രമത്തിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കണക്കിന്റെ കൊട്ടാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മളൊരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടാണ് ഈ വിഷയത്തിൽ വേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ദാരിദ്ര്യത്തിൽ നിന്ന് മനുഷ്യരെ കരകയറ്റുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഞാൻ കരുതുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിപ്പോൾ കേന്ദ്രത്തിൽ NDA ആയാലും കേരളത്തിൽ LDF ആയാലും അവരുടെ ഒരു തുടർച്ച എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയാകാം. അപ്പോൾ ആരായാലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ നിങ്ങളന്ന് പ്രഖ്യാപിച്ചതല്ലേ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തിനാ ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയല്ല വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ അന്ന് പ്രഖ്യാപിച്ചത് കള്ളത്തരമാണ്, ഞങ്ങൾ ഇതാ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് മാത്രമല്ലല്ലോ. ഒരു പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങൾ നോക്കാനും കൂടി പ്രതിപക്ഷം ഒന്ന് ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാം. ഇവിടെ 64,006 കുടുംബങ്ങൾ, അതായത് വ്യക്തികളെയും കുടുംബങ്ങളായി ചേർത്തിട്ടുള്ള ഒരു പട്ടികയാണ്. ഒരാൾ മാത്രമുള്ള ഏക കുടുംബം എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഒരാളെ മാത്രം അഗതിയായി കണ്ടെത്തിയ ഒരാളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയാണ്. അപ്പോൾ ഇവരാരും റിലേറ്റീവ്സ് ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ 2 പേരുള്ള ആളുകളുണ്ടാകാം, ഈ ബന്ധുക്കളില്ലാത്തവർ അല്ലെങ്കിൽ മറ്റാരും സംരക്ഷിക്കാനില്ലാത്തവർ, അങ്ങനെയൊക്കെയാണല്ലോ ഈ അഗതി എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ടാകുന്നത്. മറ്റൊരു ഗതിയുമില്ലാത്ത, അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന, മറ്റ് ജീവിക്കാൻ വഴിയില്ലാത്ത അങ്ങനെ പോകുന്ന മനുഷ്യരെയാണ് ഈ കണ്ടെത്തിയ ഈ പട്ടികയിൽ ഭൂരിഭാഗവും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ സെറ്റിൽമെന്റുകളിൽ കാലങ്ങളായി അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് പോരാടുന്ന മനുഷ്യരാണ്. അത് നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 35 വ്യത്യസ്ത ആദിവാസി സമൂഹങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അതിലായി ആകെയുള്ള ആദിവാസികളുടെ കണക്ക് സർക്കാർ രേഖയനുസരിച്ച് 4,26,208 ആണ്. അതിൽ സാറിന്റെ വയനാട് ജില്ലയിൽ 35.85% ആദിവാസികളും താമസിക്കുകയാണ്. കൃത്യം കണക്ക് പറഞ്ഞാൽ 1,52,808. ഇപ്പോൾ പുതുതായി ജനിച്ചു വീണ ആളുകളെയൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സർക്കാരിന്റെ കണക്കനുസരിച്ചാണ്. അപ്പോൾ ഒരു പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഉണ്ടാകാം, എങ്കിലും 1.5 ലക്ഷത്തിൽ കുറയില്ല. ഇടുക്കി ജില്ലയിലാണ് രണ്ടാമത് 12%, 52,565. കാസർഗോഡും ഉണ്ട് 47,603. അങ്ങനെ 4 ലക്ഷത്തിൽ കൂടുതൽ ആദിവാസികളുള്ളപ്പോൾ അതിൽ എത്ര പേരെ ഈ പദ്ധതിയുടെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റൊരു പ്രോജക്റ്റ് ആണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണ് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പലരും ഇതിനകം തന്നെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഞങ്ങളെ ഈ പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട് അതിനായി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്ന് പറയുന്ന മനുഷ്യരെയും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നാടോടികളായ 261 കുടുംബങ്ങളെയും ആണ് ഞങ്ങൾക്ക് വിട്ടുപോയതെന്നാണ് മന്ത്രിയും ഇന്നിപ്പോൾ വിശദീകരിക്കുന്നത് കണ്ടപ്പോൾ. നാടോടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ 261 എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യുന്നു. പക്ഷേ ആദിവാസികൾ, ഈ ജനവിഭാഗങ്ങൾ, അവർ നമുക്കിടയിലുണ്ട്. എത്രയോ കാലങ്ങളായി നമുക്കിടയിലുള്ളവരാണ്. അവരെ കണ്ടെത്താൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവരൊക്കെ താമസിക്കുന്ന ഇടങ്ങളിൽ പോയി കൃത്യമായ പരിശോധന നടത്തിയാൽ അവരെ കണ്ടെത്താൻ കഴിയും. നമ്മുടെ മാധ്യമ പ്രവർത്തകർ, നമ്മുടെ തന്നെ TV പ്രസാദും സംഘവും തിരുവനന്തപുരത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്ത് നിന്നുള്ള റിപ്പോർട്ട് നമ്മൾ ഇന്ന് കണ്ടു. അപ്പോൾ ഒരേ ഇടത്ത് തന്നെ 9 കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഈ പട്ടികയിലൊന്നും പെടാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അവരെയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. അതിന് തയ്യാറാണ് എന്നുള്ള ഒരു പോസിറ്റീവായ മറുപടിയാണ് എനിക്കിന്ന് മന്ത്രി MP രാജേഷിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇനി ഇന്ത്യയിലെ കണക്കെടുക്കാം. ഇതിപ്പോൾ LDF സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്നുള്ളതാണല്ലോ പറയുന്നത്. ഇനി ഇന്ത്യയിലെ കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ UPA സർക്കാർ ഭരിച്ചിരുന്ന, UPA 2 ടേം കേന്ദ്രം ഭരിച്ചു തുടർച്ചയായി. അപ്പോൾ ആ രണ്ടാമത്തെ ടേമിലെ ലാസ്റ്റത്തെ കണക്ക് വന്നതനുസരിച്ച്, അതായത് ലോകബാങ്കിന്റെ കണക്കാണ്. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് UPA കാലത്ത് 2011-12 വർഷത്തിൽ 27.1% ആളുകൾ അതിദരിദ്രരായിരുന്നു, അതിദരിദ്രരുടെ പട്ടികയിലായിരുന്നു. അതിന്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല, 34,44,00,000 ആളുകൾ. അത് ഇപ്പോൾ 11 വർഷമായിരിക്കുകയാണ് നരേന്ദ്രമോദി. 2022-23 സാമ്പത്തിക വർഷം, അതായത് 10 വർഷത്തെ ഒരു പീരീഡ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 5.3%, അതായത് 27 നിന്ന് 5.3% കുറയ്ക്കാൻ കേന്ദ്രത്തിനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സമാനമായ രീതിയിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് എത്രയാണ്? 0.7%. കേരളത്തിന് എളുപ്പമാണ്, കാരണം കേരളത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതിന് ഉചിതമായ രീതിയിലാണ്. കേരളം പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് കേരളത്തിന് ഇന്ത്യയിൽ നമ്പർ 1 ആയി ഈ വിഷയത്തിൽ വരാൻ കഴിയുന്നു എന്നതിൽ നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്. കാരണം രാജ്യത്ത് തന്നെ വരുന്ന മാറ്റം 27.1% to 5.3% ആണ്. കേരളം അപ്പോൾ 0.7-ൽ നിന്ന് 0-ലേക്ക് എത്തിക്കാനായി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെയാണ് എന്ന് കരുതി അതിന്റെ തുടർച്ച ഇല്ലാതാക്കുകയല്ല. ഇനിയും കണ്ടെത്താത്ത ആളുകൾ ഉണ്ടാകാം, അവരെ കണ്ടെത്തുകയാണ് വേണ്ടത്. ഗ്രാമീണ മേഖലയിൽ 2.8% മാത്രമാണ് ഇന്ന് രാജ്യത്തുള്ളത്. നഗരമേഖലയിൽ വന്നിരിക്കുന്നത് 1.1% മാത്രമാണ്. ദേശീയ ശരാശരി എന്ന് പറയുന്നത് ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ അതിദാരിദ്ര്യ നിരക്ക് 5.3% നിൽക്കുകയാണ്. അത് 2025 ആദ്യ പാദത്തിലെ കണക്ക് വരെയുള്ളത് വെച്ചാണ് നമ്മളിത് പറയുന്നത്. അതിൽ നിന്ന് വീണ്ടും കുറയ്ക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയായി ഞങ്ങൾ 0-ലേക്ക് എത്തിയിരിക്കുന്നു, ഓൾമോസ്റ്റ് നില്ലായി കഴിഞ്ഞിരിക്കുന്നു
എത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാകേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു പെറ്റി പൊളിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും മന്ത്രി പറഞ്ഞതിനെ ഞാൻ ഇന്നത്തെ ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഈ വാരി നിൽക്കുന്ന മനുഷ്യരെ കൂടി ചേർത്ത് വെക്കാൻ ഒന്നുമില്ല, ആരും പെടാതെ പോയിട്ടില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുകയുമില്ല. നിലവിൽ അതിദാരിദ്ര്യമുക്തം എന്ന് പറഞ്ഞ വാദം ശരിവെക്കുന്ന രീതിയിലുള്ള കണക്കുകളാണ് മന്ത്രി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നാളത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ കുറച്ചുകൂടി വ്യക്തത വരും. പ്രതിപക്ഷം പറയുന്ന കള്ളക്കണക്കെന്നാണ്, അത് തെളിയിക്കാൻ അവർക്കും ബാധ്യതയുണ്ട്. ശരി, അതിദാരിദ്ര്യമുക്ത കേരളമാകണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം ഒരുപാട് മുന്നിലാണ് ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യത്തിൽ. പക്ഷേ അതിദാരിദ്ര്യം ഇല്ലാത്തൊരു സംസ്ഥാനം എന്നുള്ള കണക്ക് അത് ശരിയാണെന്ന് തോന്നുന്നില്ല. 64,000 എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു പോയതുപോലെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 6 ലക്ഷം അല്ലേ, 6 ലക്ഷം, 4 ലക്ഷം പ്രകടന പത്രികയിൽ 4 ലക്ഷമായിരുന്നു, 4.5 ലക്ഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഈ വർഷം തന്നെ സഭയിൽ മന്ത്രി GR എന്നോടുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ കണക്ക് പ്രകാരം ഇവിടെ 5 ലക്ഷത്തോളം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് അവിടെ വരികയാണ്. അപ്പോൾ അതിദാരിദ്ര്യമില്ല എന്ന് പറയുമ്പോൾ അതിദാരിദ്ര്യമില്ലാത്തവർ രേഖകളില്ലാത്തവരാണ്. അപ്പോൾ രേഖകളില്ലാത്തവരുടെ കണക്ക് 64,000 ഈ പറയുന്ന മന്ത്രി പറയുന്നുണ്ട് ഏതൊക്കെ എന്താണ് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ആ കണക്കിലേക്ക് എത്തിയതെന്ന്. ആ 64,000 സൂപ്പർ ചെക്ക് നടത്തി 64,000 എത്തുമ്പോൾ ഈ ബാക്കി നേരത്തെ നമ്മൾ വിളിച്ചിരുന്ന 5 ലക്ഷത്തോളം വരുന്ന അതിദരിദ്രർ അവർക്കിനി ഒരു സഹായവുമില്ല എന്നാണോ? അവർ അതിദരിദ്രരല്ല എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അവർക്ക് അവരുടെ അവസ്ഥ എന്താണ് എന്നൊരു കൃത്യമായ സർവേ നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. കാരണം ഞങ്ങൾ ക്രൈറ്റീരിയയായി കണക്കാക്കിയിരിക്കുന്നത് ഈ തെരുവിൽ കഴിയുന്ന അല്ലെങ്കിൽ വീടുകളില്ലാത്ത രേഖകളില്ലാത്തവരെയാണെന്ന് പറയുമ്പോൾ രേഖകളുള്ള അതിദരിദ്രർ, രേഖകളുള്ള ജീവിക്കാൻ ഒരു ഗതിയുമില്ലാത്തവർ, അവരുടെ ജീവിതാവസ്ഥ അത് പരിഗണിക്കുന്നില്ല എന്നാണോ? അപ്പോൾ എളുപ്പത്തിൽ ഒരു ചെറിയ കണക്കിലേക്ക് വരുമ്പോൾ അതൊരു വലിയ പ്രഖ്യാപനമായി പറയാൻ സാധിക്കും. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ദിവസവും തിരഞ്ഞെടുത്ത സമയവും ഒക്കെ തന്നെയും അതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ സംശയിക്കപ്പെടുന്നതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നേ ആയി പ്രത്യേക സമ്മേളനം വിളിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം CPM CPA തർക്കമുണ്ടായ സമയത്ത് ഈ പറയുന്ന ആ കാര്യം കൂടി അന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക ചൂടൊന്ന് കുറയ്ക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുമ്പോൾ ആ കണക്കുകൾ അത്ര വ്യക്തമല്ല എന്നുള്ളതാണ്. കാരണം ഈ ആദിവാസികൾക്കിടയിൽ 5% മാത്രമേ വരുന്നുള്ളൂ, ദളിതർക്കിടയിൽ 20% മാത്രമേ വരുന്നുള്ളൂ. അതിദരിദ്രർ എന്ന് പറയുന്നൊരു അതിവായനയാണ്, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. കാരണം നമ്മൾ തന്നെ എത്ര റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഉന്നതികളിലെ ജീവിതം, തലസ്ഥാനത്തെ ഉന്നതികളിലെ ജീവിതം, രേഖകളില്ലാത്തവരുണ്ട്, രേഖകൾ ഉണ്ടായിട്ടും വീടുകൾ കിട്ടാത്തവരുണ്ട്, കൊടും പട്ടിണിയിലായ, വീടിന് മേൽക്കൂരയില്ലാത്ത അല്ലെങ്കിൽ വീടുകൾ രേഖകൾ കൊണ്ടുകൊടുത്തിട്ടും വീട് കിട്ടാത്ത എത്ര ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു കണക്ക് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആദിവാസി ഗോത്ര സഭ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ കണക്കെടുപ്പ് നടത്തിയിരിക്കുന്നത്? അപ്പോൾ ഇത് കൃത്യമായി ഓരോ പഞ്ചായത്ത് തലത്തിൽ വന്നിരിക്കുന്ന കണക്കാണ്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായും വിശ്വസിക്കുകയാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് അത്ര ശരിയായി തോന്നുന്നില്ല. അപ്പോൾ ഈ 64,000 കുടുംബങ്ങൾ മാത്രമല്ല എന്ന് മന്ത്രി പറഞ്ഞത് സൂപ്പർ ചെക്ക് നടത്തി. ആ സൂപ്പർ ചെക്കിൽ പറയുന്നത് പ്രതിപക്ഷത്തിന് ചെക്ക് വെക്കാം, പക്ഷെ കണക്ക് വേണം. അല്ല, പ്രതിപക്ഷത്തിന് ചെക്കിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മൾ തന്നെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകൾ, നമ്മുടെ വാർത്തകളുണ്ട്, നമ്മുടെ വാർത്തകൾ നിശ്ചയിക്കുന്ന കാര്യമില്ല. ഈ 5% ആദിവാസികളെ ഉള്ളൂ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും തെറ്റായ കണക്കാണ്. നമ്മൾ ആദിവാസി ഊരുകളിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രേഖകളിൽ പറ്റാത്ത എത്ര പേരുണ്ട്. നോക്കൂ, ഒരു രേഖ അവർ ദരിദ്രരല്ലെന്നേ, അത് അതിദരിദ്രരാണ്. അവർ അല്ല, അതിന്റെ നിർവചനം നിശ്ചയിക്കുന്നു, ആര് നിശ്ചയിക്കുന്നു? സർക്കാർ, ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിശ്ചയിക്കുന്നത് ഇപ്പോഴല്ല, കേന്ദ്ര മാനദണ്ഡമാണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ്, അല്ലല്ല, കേന്ദ്ര മാനദണ്ഡമാണ് ഞാൻ പറയുന്നത്. കേന്ദ്ര മാനദണ്ഡ പ്രകാരം അന്ന യോജനയിൽപ്പെട്ടവരുടെ കാര്യമാണ് ഈ പറയുന്ന 5 ലക്ഷം വരുന്നത്. കേന്ദ്ര മാനദണ്ഡ പ്രകാരം വരുന്നവരാണ്. അപ്പൊ അവരെ കണക്കാക്കുന്നില്ല, അവർ അതിദരിദ്രയിൽ പെടുന്നില്ല സംസ്ഥാന സർക്കാർ. ഇല്ല, അതിൽ 64,000 വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ റേഷൻ കാർഡിന്റെ കണക്കാണ് 5,95,000 എന്ന് പറഞ്ഞാൽ 5,95,000 ആൾക്കാർക്ക് AY കാർഡ് നമ്മുടെ സംസ്ഥാനം തെരുവുകളിൽ ഭിക്ഷ യാചിക്കാത്ത, കടത്തണ്ണകളിൽ ആരും കിടന്നുറങ്ങാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയെന്ന് ഞാൻ കരുതുന്നില്ല.
അതിവിടെയുണ്ട്. പുറത്തുള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സംസ്ഥാന പുറത്തുള്ളവർ മാത്രമാണ് കടത്തറയിൽ കിടക്കുന്നത് എന്നുള്ള കാര്യമൊന്നും അങ്ങ് പറയാതിരിക്കും. അല്ലാതെ മുഴുവൻ സംസ്ഥാനത്ത് പുറത്തുള്ളവരാണ് കടത്തറയിൽ കിടക്കുന്നത് പറയാതിരിക്കും. 64,006 പേരിൽ എങ്ങനെയാണ് ചേരുന്നുണ്ട്? 21,263 കുടുംബങ്ങൾക്ക് അവകാശ രേഖ, 20,649 കുടുംബങ്ങൾക്ക് ആഹാരം ഉറപ്പാക്കി, 18,434 കുടുംബം ഇങ്ങനെ കൊടുത്തിട്ടാണ് 64,000 പേരെ ഒഴിവാക്കിയിട്ട്. ശരി, അല്ലല്ല, ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ 64,000 പേരെ ഒഴിവാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത്. 5 ലക്ഷത്തിന് കണക്കാണ് ഞാൻ ചോദിക്കുന്നത്. 5 ലക്ഷത്തിൽ പെടുന്ന നേരത്തെയുള്ള അതിദരിദ്രർ എങ്ങനെയാണ് 64,000 ആവുക? അവരെ കേരളത്തിൽ അതിദരിദ്രരെ കാണാൻ കഴിയോ? നോക്കൂ, അത് നമുക്ക് ഒരു തരത്തിലും താരതമ്യം ചെയ്യേണ്ടാത്ത വിഷയങ്ങളോ പറയാതിരിക്കൂ. അത് അവിടെ ഇവിടെ കുട്ടികളെ ഒഴിച്ചുള്ള ഭിക്ഷാടനമാണ്. റോഡുകളിൽ കിടക്കുന്ന മുഴുവൻ 5 സംസ്ഥാനക്കാരാണെന്നുള്ളതൊക്കെ തെറ്റായ വിചാരമാണ് കേട്ടോ. അങ്ങനെ ഉള്ളവരെ കണ്ടെത്തിയിട്ടുണ്ട്, ഓരോ വാർഡിലുള്ളവരെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതില്ലെങ്കിൽ അതില്ലാന്ന് പറയണ്ടേ? ഒരാളെ കണ്ടെത്തിയിട്ട് നോക്കൂ, 64,000 അല്ല അതിദരിദ്രരുടെ കണക്ക്. അതിദരിദ്രർ എന്ന് വെച്ചാൽ രേഖകളില്ലാത്തവർ മാത്രമല്ല. അതാണ് യഥാർത്ഥ വിഷയം. ഈ പറയുന്ന രേഖകളോടുകൂടി അതികടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന, ഭൂമിയില്ലാത്ത, ഭക്ഷണമില്ലാത്ത, ജോലിയില്ലാത്ത ഇഷ്ടം പോലെ പേരുണ്ട്. അവർക്ക് ഒരു ദിവസം 150 എന്താണ് കണക്കെത്രയാണ്? 157 രൂപയോ? 150 രൂപ മാനദണ്ഡം. നമ്മൾ ബാക്കിയെല്ലാത്തിലും മറ്റു മാനദണ്ഡങ്ങൾ പറയുമല്ലോ. നമ്മുടെ ജീവിത നിലവാരം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റു കാര്യങ്ങൾ പറയുമല്ലോ. 150 രൂപയാണ് ഒരു മാനദണ്ഡമാക്കേണ്ടത്. അപ്പൊ 150 താഴെയുള്ളവരുടെ കണക്ക് ചില സമയങ്ങളിൽ 150 നല്ല മാനദണ്ഡമാവുക. തൊഴിലുറപ്പ് കാർഡ് ഉറപ്പാക്കി എന്ന് പറയുന്ന സമയത്ത് ഈ 150 രൂപയിൽ എത്തിക്കലല്ലോ തൊഴിലുറപ്പ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 34,000-ലധികം ആൾക്കാർക്ക് തൊഴിലുറപ്പ് കാർഡ് കൊടുക്കാൻ. ഞാൻ നമ്മുടെ ഇപ്പൊ ഈ മാനദണ്ഡം, കേന്ദ്രത്തിന്റെ മാനദണ്ഡം ചില സമയത്ത് ഉപയോഗിക്കുക, ചില സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും കേന്ദ്രത്തിന് ഇതിലൊരു ന്യായം പറയാനില്ല. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഞങ്ങൾക്കും പങ്കുണ്ട് എന്ന മേനി പറയാൻ വരികയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളും കാണിച്ചു തരട്ടെ. അതിദാരിദ്ര്യമൊക്കെ ഇല്ലാതാകെ കാണിച്ചു തരട്ടെ. പോവർട്ടി ഇറാഡിക്കേഷനും അൾട്രാ പൂർ എന്ന് പറയുന്നത് രണ്ടാണ്. അയ്യോ, അതെന്നെ പഠിപ്പിക്കല്ലേ, അതൊക്കെ എനിക്കറിയാം. ഞാൻ പറയുന്നത് അതിദാരിദ്ര്യർ ഇറാഡിക്കേഷൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിലേക്കാണ് വരേണ്ടത്. പക്ഷേ 64,000 എന്നൊരു കണക്ക് കണ്ടെത്തിയെന്നും അതിപ്പോ ഇല്ലാതായെന്നും 0 ആണ് എന്ന കണക്കും പറയുന്നത് അത് ഏത് സമയത്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെയും പറയാണ് നോക്കൂ, നമ്മൾ കാണിക്കുന്നുണ്ട്, വാർത്ത കാണിക്കുന്നവരെല്ലാം അതിദരിദ്രരല്ല, ദരിദ്രരാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ID കാർഡ് ഉള്ളവരെ കാണിക്കാൻ പറഞ്ഞാൽ ID കാർഡ് ഇല്ലാത്ത അതിദരിദ്രരെ കാണിക്കണ്ടേ? അതൊരു ക്രൈറ്റീരിയ അല്ലേ? അതാണ് അങ്ങനെയുള്ള മാനദണ്ഡം. അല്ല, ID കാർഡ് എന്ന് പറഞ്ഞാൽ ID കാർഡുള്ള വ്യക്തിക്ക് എല്ലാ സംവിധാനങ്ങളും, എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ട്. ഉത്സവമാക്കാം. ഇവിടുത്തെ ദരിദ്രം അതിദരിദ്രമാണ് കാണുന്നത്, ആഘോഷം എന്നുള്ള ആഘോഷം കാണുന്നത് എങ്ങനെയാണെന്നറിയോ? കേരളത്തിലെ അതിദരിദ്രരെ മാറ്റി ദരിദ്രരുണ്ട് എന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? പിന്നെ കേരളം എപ്പോഴും അതിദരിദ്രരുള്ള സംസ്ഥാനമായി പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയല്ലല്ലോ, ദാരിദ്ര്യമുക്ത കേരളം എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെ ചോദ്യം യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.